ഹലോ എവരിവൺ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഹിസ്റ്ററി നെറ്റ് GRFൻ്റെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസി ആണ്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള വിഷയം തന്നെയാണ്. സോ നെറ്റിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഈ ഒരു വിഷയം എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് വെച്ചാൽ പല സമയത്തും ഡേറ്റുകളെ സംബന്ധിച്ച്, അതുപോലെ ആളുകളെ സംബന്ധിച്ച്, ഇവൻസിനകത്ത് കോസിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, ഈ ഒരു ടോപ്പിക്ക് നെറ്റിൽ വരാറുള്ളത്. സോ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ കോസസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ബാറ്റിൽ ഓഫ് പ്ലാസി എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ എന്ത് സിഗ്നിഫിക്കൻസ് ആണ് ഈ ഒരു ബാറ്റിലിനുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ടു ദി ബാറ്റിൽ ഓഫ് പ്ലാസി, ദെൻ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, അതിനുശേഷം എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് സംഭവിക്കുന്നത്, ഏത് രീതിയിലാണ് ബ്രിട്ടീഷുകാരെ അത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, ബംഗാൾ അഡ്മിനിസ്ട്രേഷനിൽ എന്ത് സംഭവിച്ചു, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഐഫറിൻ്റെ മിഷൻ GRF ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. സോ ഒക്കെ നിങ്ങൾ പരിഗണിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ്, ഹിസ്റ്ററി ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെറ്റീരിയൽസ് കിട്ടും, വോയിസ് നോട്ട്സൊക്കെ അതിനകത്ത് കിട്ടും. സോ നിങ്ങളെല്ലാവരും അതിനകത്ത് മെമ്പർ അല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യുക. നമ്മളെ ഡിസ്ക്രിപ്ഷനകത്ത് ഇത് കാണാൻ പറ്റും. സോ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസി ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ ഇവിടെ ആദ്യമായിട്ട് ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് സംഭവിച്ചു എന്നുള്ളതാണ്. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1757 ജൂൺ 23 എന്നുള്ളതാണ്. ഈ ഒരു ഡേറ്റ് അത്ര തന്നെ നമുക്ക് വേണമെന്നില്ല, ബട്ട് ഇയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അത് നിങ്ങൾ വേറെ തന്നെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കാം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കറിയാം 1857 റിവോൾട്ട് അല്ലെങ്കിൽ 1857 കലാപം എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുന്നതാണ്. സോ അതിൻ്റെ 100 വർഷം മുന്നേ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, 1757 എന്നുള്ളത് ആ ഒരു രീതിയിലൊക്കെ മനസ്സിലാക്കി വെക്കുക. ദെൻ ഇറ്റ് വാസ് എ ബാറ്റിൽ ഫോർട്ട് ബിറ്റ്വീൻ സിറാജുദ്ദൗള അല്ലെങ്കിൽ ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയും ആൻഡ് റോബർട്ട് ക്ലൈവ് എന്നുള്ളത് ഇവിടെ കൊടുത്തു എന്നുള്ളൂ. ഹി വാസ് ദ ബ്രിട്ടീഷ് കമാൻഡർ. അതിനകത്ത് ബ്രിട്ടീഷുകാരുമായിട്ട് നടന്നിട്ടുള്ള, ബംഗാളിലെ നവാബും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് റിസൾട്ട് കമ്പനി ബിക്കെയിം വിക്ടോറിയസ് എന്നുള്ളതാണ്. കമ്പനി എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് വിജയിക്കുന്നു. അവർക്ക് ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയിട്ടുള്ള റീജിയനിലൊക്കെ ഡോമിനേഷൻ സ്ഥാപിക്കാനായിട്ട് ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെയാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഇറ്റ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ഒരു 200 വർഷം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം നിലനിർത്താൻ അവരെ സഹായിച്ചതിൻ്റെ പ്രഥമ സ്റ്റെപ്പായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ കാരണങ്ങളാണ് ബാറ്റിൽ ഓഫ് പ്ലാസിയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഗതി തന്നെയാണ്. ബംഗാൾ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് മുഗൾ എംപയർ എന്നുള്ളതാണ്. നേരത്തെ മുഗൾ എംപയറിൻ്റെ പാർട്ടായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. പക്ഷേ സെൻറ്ററിൽ, അതായത് മുഗൾ ഡൈനാസ്റ്റിയുടെ റൂളേഴ്സ് അല്ലെങ്കിൽ ലേറ്റർ മുഗൾ റൂളേഴ്സ് അവർ ഇന്നെഫിഷ്യൻ്റ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ വീക്ക് ആവുന്ന സമയത്ത് പെരിഫറൽ റീജിയൻസൊക്കെ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അത്തരത്തിൽ ബംഗാൾ വരുന്നുണ്ട്, ഹൈദരാബാദ്, അസഫ്ജാൻ, നിസാമുൽ മുൽക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റുന്നുണ്ട്. സോ ഇത്തരത്തിൽ ബംഗാളിനെ ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റിയിട്ടുള്ളത് ഇറ്റ് വാസ് അലിവർദി ഖാൻ എന്നുള്ളതാണ്. സോ 1740 മുഗൾ എംപയറിൻ്റെ പാർട്ടായിരുന്ന ബംഗാളിനെ അലിവർദി ഖാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആക്കിയിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. സോ ഔറംഗസീബിന് ശേഷം മുഗൾ എംപയർ വീക്കായി എന്നുള്ളത് നമുക്കറിയുന്ന സംഗതിനായിരിക്കാം. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ബിക്കെയിം ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് അണ്ടർ അലിവർദി ഖാൻ. സോ ബംഗാൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു അലിവർദി ഖാൻ്റെ നേതൃത്വത്തിൽ ഇൻ ദ ഇയർ 1740 1740. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1756 1756 എന്ത് ചെയ്യുന്നു, അലിവർദി ഖാൻ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അലിവർദി ഖാൻ മരണപ്പെട്ടതിന് ശേഷം ഇവിടെ ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണ്. അടുത്ത റൂളറായിട്ട് ആര് വരും എന്നുള്ളതിന് ശരിക്കും പറഞ്ഞാൽ 3 പേരാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അലിവർദി ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺ ആയിരുന്ന നമ്മുടെ സിറാജുദ്ദൗളയെ അടുത്ത ഭരണാധികാരി ആക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് അങ്ങനെ നടക്കണമെങ്കിൽ സിറാജുദ്ദൗളയ്ക്ക് കുറച്ച്
എതിരാളികൾ അവിടെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഡിഫീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇതിനൊരു ക്ലെയിം ഉന്നയിച്ചിട്ടുള്ള ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഗസീദി ബീഗം. ഗസീദി ബീഗത്തിനെ സംബന്ധിച്ച് പറയുന്നത് ഷി വാസ് വെരി വെൽത്തി, അത്രയും പൂത്ത പൈസ ഉണ്ടായിരുന്ന ഒരാളാണ് ഗസീദി ബീഗം എന്ന് പറയുന്നത്. ആൻഡ് ഷി വാസ് ദി മെറ്റേണൽ ആൻഡ് അല്ലെങ്കിൽ നമ്മുടെ സിറാജുദ്ദൗളയുടെ അമ്മയുടെ സഹോദരി ആയിരുന്നു, അതുപോലെ തന്നെ അലിവർദി ഖാൻ്റെ വിഡോയും ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് അടുത്തൊരാൾ എന്ന് പറഞ്ഞാൽ ഷൗക്കത്ത് ജംഗ് എന്നുള്ളതാണ്. ഷൗക്കത്ത് ജംഗ് എന്ന് പറഞ്ഞത് ഹി വാസ് ദി സൺ ഓഫ് അലിവർദി ഖാൻ, അതായത് സിറാജുദ്ദൗളയുടെ അമ്മാവനായിരുന്നു ഷൗക്കത്ത് ജംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഷൗക്കത്ത് ജംഗ് വാസ് ദി നവാബ് ഓഫ് പൂർണിയ എന്ന് പറയുന്ന പ്രദേശത്തുള്ള നവാബായിട്ട് ഭരിച്ചിരുന്ന ആൾ കൂടിയായിരുന്നു ഷൗക്കത്ത് ജംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഗസീദി ബീഗം, അതുപോലെ തന്നെ ഷൗക്കത്ത് ജംഗ് ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട എതിരാളിയായിരുന്നു മിർ ജാഫർ എന്ന് പറയുന്നത്. മിർ ജാഫർ അവിടെ കമാൻഡർ ഇൻ ചീഫും ആയിരുന്നു. സോ ഈ 3 പേരും ബംഗാളിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇവരെ 3 പേരെയും ഡിഫീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിറാജുദ്ദൗള അവിടുത്തെ ബംഗാൾ നവാബായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ആൻഡ് അലിവർദി ഖാനും ശരിക്കും ബംഗാൾ നവാബായിട്ട് അടുത്തതായിട്ട് വരേണ്ടത് സിറാജുദ്ദൗളയാണ് എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഫൈനലി സിറാജുദ്ദൗള ബിക്കെയിം ദി നവാബ് ഓഫ് ബംഗാൾ ഇൻ ദ ഇയർ 1756. 1756 എന്ത് ചെയ്യുന്നു, സിറാജുദ്ദൗള ഇവരൊക്കെ ഡിഫീറ്റ് ചെയ്യുകയും അദ്ദേഹം ബംഗാളിലെ നവാബായിട്ട് മാറുകയും ചെയ്യുന്നു. ആൻഡ് മിർ ജാഫറിനെ അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് ചെറുതൊരു കുറവ് വരുത്തിയിട്ട് മിർമദനെ ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവന്നു. കുറച്ചുകൂടി വിശ്വസ്തനായിട്ടുള്ള ആളായിരുന്നു മിർമദൻ എന്ന് പറയുന്നത്. ഇത്രയും ചേഞ്ചസ് ആണ് ഇനീഷ്യലി ഉണ്ടാക്കിയത്. ഇനി എങ്ങനെ ബ്രിട്ടീഷുകാരുമായിട്ട് ഇതൊരു പ്രശ്നത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. സോ why did the battle took place, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫാക്ടർ ദാറ്റ് ലെഡ് ടു ദി ബാറ്റിൽ ഓഫ് പ്ലാസി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരൊറ്റ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഒരുപാട് ഇങ്ങനെ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ് ശരിക്കും ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസിയിലേക്ക് നയിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ഇൻ ദ ഇനീഷ്യൽ ഫേസ് ഇറ്റ് സെൽഫ് the relation between സിറാജുദ്ദൗള ആൻഡ് ഇംഗ്ലീഷ് വാസ് നോട്ട് ഇൻ എ ഗുഡ് ടേം എന്നുള്ളതാണ്. അവർ തമ്മിലൊരു നല്ല റിലേഷൻ അല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നത്. സോ കമ്പനിയും സിറാജുദ്ദൗളയും തമ്മിൽ തുടക്കം മുതലേ എന്താണ്, ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നീട് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഫോർട്ടിഫിക്കേഷൻ ഓഫ് കൽക്കട്ട, അതായത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് അവിടെ വന്നിട്ടുള്ളത് കൽക്കട്ടയിലെ ഫോർട്ടിഫിക്കേഷനാണ്. കൽക്കട്ടയിൽ ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാർ ഫോർട്ടിഫിക്കേഷൻ നടത്തുന്നു, അതുപോലെ തന്നെ കാസിം ബസാറിൽ എന്ത് ചെയ്യുന്നു, ഫ്രഞ്ചുകാരും ഫോർട്ടിഫിക്കേഷനൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഫ്രഞ്ചുകാരുടെ ഫോർട്ടിഫിക്കേഷൻ ചന്ദ്രനഗറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർട്ടിഫിക്കേഷൻ നടക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് ഇവർ രണ്ടുപേരും ഇവിടെ ഫോർട്ടിഫിക്കേഷൻ നടത്തുന്നു എന്ന് മാത്രമല്ല, ദേ പ്ലേസ്ഡ് നമ്മുടെ എന്താണ് പറയല്, ദേ പ്ലേസ്ഡ് ഗൺസ് ഓൺ ഇറ്റ്സ് വാൾസ് എന്നുള്ളതാണ്. സോ അതിൻ്റെ വാൾസിൻ്റെ മുകളിൽ പീരങ്കികളൊക്കെ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവരിവിടെ കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ സിറാജുദ്ദൗളനെ സംബന്ധിച്ചിടത്തോളം അത് നവാബ് എന്നുള്ള രീതിയിൽ ആളുടെ സോവറിനിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ചെയ്യുന്നത്. നവാബ് പറഞ്ഞു രണ്ടുപേരും എന്ത് ചെയ്യണം, ഇവിടുന്ന് കൺസ്ട്രക്ഷൻ അവസാനിപ്പിച്ച് ഫോർട്ടിഫിക്കേഷൻ നിർത്തിയിട്ട് പോകണമെന്ന് പറയുന്നു. ഫ്രഞ്ചുകാർ അത് വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ ദുഃഖത്തോടെ എന്ത് ചെയ്യുന്നു, അവരത് കേട്ടി അവരത് ഫോർട്ടിഫിക്കേഷൻ അവസാനിപ്പിച്ച് പോയി എന്നുള്ളതാണ്. പക്ഷേ ഇംഗ്ലീഷുകാരുടെ കേസ് ഡിഫറെൻ്റ് ആയിരുന്നു. അവർ കർണാട്ടിക് യുദ്ധങ്ങളിലൊക്കെ ഫൈറ്റ് ചെയ്ത് അത്യാവശ്യം കൊള്ളാവുന്നൊരവസ്ഥയിലാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. നവാബ് പറയുന്നത് അനുസരിക്കാൻ ഇംഗ്ലീഷുകാർ റെഡി ആയിരുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നവാബിനെ സംബന്ധിച്ചിടത്തോളം നവാബിൻ്റെ സോവറിനിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു നിലപാടാണിത്. ആൻഡ് കർണാട്ടിക്കിലേക്ക് നവാബിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ കർണാട്ടിക് യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് കർണാട്ടിക് നവാബിന് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു പാഠം കൂടി ആരുടെ മുന്നിലുണ്ട്, സിറാജുദ്ദൗളയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സിറാജുദ്ദൗള എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫോർട്ടിഫിക്കേഷനെ ഡിമോളിഷ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നവാബ് ഓർഡർ ടു ഡിമോളിഷ് ദി ഫോർട്ടിഫിക്കേഷൻ. ആൻഡ് നേരത്തെ പറഞ്ഞു നവാബിൻ്റെ അധികാരത്തിൽ ഇവർ കൈകടത്തും എന്നുള്ള ഒരു പേടി തന്നെയാണ് ശരിക്കും നവാബിന് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. സോ നവാബ് അഫ്രൈഡ് ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടീഷ് ഫൈറ്റ് ഇൻ ഹിസ് ടെറിട്ടറി, അതായത് ബംഗാളിൽ യുദ്ധം നടത്തി കഴിഞ്ഞാൽ അത് നവാബിൻ്റെ സോവറിനിറ്റിക്ക് അല്ലെങ്കിൽ നവാബിൻ്റെ നിലനിൽപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള പേടി ആൾക്കുണ്ടായിരുന്നു. ഹി ഫേസ് ദ സെയിം ഫേറ്റ് ഓഫ് കർണാട്ടിക് നവാബ്സ് എന്നുള്ളത്, അതായത് കർണാട്ടിക് നവാബ്സിൻ്റെ തന്നെ അവസ്ഥയിലേക്ക് ഇങ്ങേർക്കും പോവേണ്ടി വരുമോ എന്നുള്ള പേടി ആൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഫോർട്ടിഫിക്കേഷൻ ഒരു ഭാഗത്ത്, ഇതിന് അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ മുന്നൊരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 1717 ഫറൂഖ് സിയാറിൻ്റെ ലേറ്റർ മുഗൾ റൂളറായിരുന്ന ഫറൂഖ് സിയാറിൻ്റെ ഒരു ഇമ്പീരിയൽ പ്രൊക്ലമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക റോയൽ ഡിക്രി ഉണ്ട്. അത് പ്രകാരം ഈ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഫ്രീ ട്രേഡ് അനുവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെന്നല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഫ്രീ ട്രേഡ് അനുവദിച്ചിട്ടുണ്ട്. സോ കമ്പനി അത് പ്രകാരം
ഒരു ദസ്തക് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുക, ഒരു പാസ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുക. കമ്പനിയുടെ ചരക്കാണ്, ഇത് കൊണ്ടുപോകാൻ ഫ്രീ ആയിട്ട് പറ്റണം എന്നുള്ള ഒരു പാസ് കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഈ പാസ് എന്ത് ചെയ്യുന്നു, ശരിക്കും കമ്പനിക്കാണ് ട്രേഡിന് റൈറ്റ് ഉള്ളത്. അതേസമയം ഈ പാസ് എന്ത് ചെയ്യുകയാണ്, കമ്പനിയുടെ ഒഫീഷ്യൽസ് അവരുടെ പ്രൈവറ്റ് ട്രേഡ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ടും ബംഗാൾ നവാബിൻ്റെ ട്രഷറിയിൽ ഒരുപാട് ഷോർട്ടേജ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈസയിൽ ഒരുപാട് ഷോർട്ടേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സോ ഇഷ്യൂ ഓഫ് ദസ്തക്സ് എന്ത് ചെയ്യുന്നു, ഫർദർ കോംപ്ലിക്കേറ്റഡ് ദ റിലേഷൻ ബിറ്റ്വീൻ സിറാജുദ്ദൗള ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളതാണ്. ദെൻ ദസ്തക്സ് വേർ ദ പാസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ആസ് എ പാർട്ട് ഓഫ് ഫറൂഖ് സിയാസ് ഫാർമാൻ ആൻഡ് ഓഫ് ഫ്രീ ട്രേഡ്. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1717 എന്ന് നേരത്തെ പറഞ്ഞു. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ പഠിക്കുന്ന സമയത്ത് പരിഗണിക്കാതെ പോകുന്നൊരു വിഷയമാണ്. അതിനകത്ത് ബംഗാൾ നവാബിൻ്റെ ശത്രുക്കളായിരുന്ന കൃഷ്ണബല്ലഭ്, അല്ലെങ്കിൽ ധാക്കയിലെ ഗവർണറായിരുന്ന കൃഷ്ണബല്ലഭ് എന്ന് പറയുന്ന ആളുടെ മകനുണ്ട് രാജബല്ലഭ്. സോ ധാക്കയിലെ ഗവർണറും സിറാജുദ്ദൗളയും തമ്മിൽ ചെറിയ പ്രശ്നത്തിലാണ് കൃഷ്ണബല്ലഭ്. ആ കൃഷ്ണബല്ലഭിൻ്റെ മകനായിരുന്ന രാജബല്ലഭിന് എന്ത് ചെയ്യുന്നു, കമ്പനി ഷെൽട്ടർ കൊടുക്കുക എന്നുള്ളതാണ്. അതും സിറാജുദ്ദൗളനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സിറാജുദ്ദൗളക്ക് തോന്നിയിട്ടുള്ളത്. അതുമാത്രമല്ല സിറാജുദ്ദൗള എന്ത് ചെയ്യുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് ഇംഗ്ലീഷുകാരുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു, ഒരു മെസ്സഞ്ചറിനെ അയക്കുന്നു എന്നുള്ളതാണ്. സോ മെസ്സഞ്ചർ വാസ് നാരായൺ ദാസ്. പക്ഷേ ഈ മെസ്സഞ്ചറിനെ ബ്രിട്ടീഷുകാർ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു. അതും നവാബിനെ കോപിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇത്തരത്തിൽ അവസാനം നവാബ് എന്ത് ചെയ്യുന്നു, നവാബിൻ്റെ സൈന്യവുമായിട്ട് ബ്രിട്ടീഷുകാരുടെ കൽക്കട്ടയിലേക്ക് പോയി, അല്ലെങ്കിൽ കാസിം ബസാറിലെ ഫോർട്ട് വില്യം ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഫൈനലി നവാബ് അറ്റാക്ക്ഡ് ബ്രിട്ടീഷ് ഫാക്ടറി അറ്റ് കാസിം ബസാർ, ക്യാപ്ചേർഡ് ഫോർട്ട് വില്യം അറ്റ് കൽക്കട്ട. സോ ഫോർട്ട് വില്യം, അല്ലെങ്കിൽ അവരുടെ ഒരു സൈനിക കേന്ദ്രം കൂടിയായിരുന്നു എന്തായിരുന്നത്, ഫോർട്ട് വില്യം എന്ന് പറയുന്നത്. ഫോർട്ട് വില്യം നവാബ് പിടിച്ചടക്കുന്നു ആൻഡ് ബ്രിട്ടീഷുകാർ ഫോർട്ട് വില്യം നവാബിൻ്റെ മുന്നിൽ കീഴടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 4th June 1757. സോ നിങ്ങൾ നോക്കുക, 1756 ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. അതിൻ്റെ മുൻപ് ഒരു 1 year മുൻപ്, അല്ലെങ്കിൽ 23 June 1757 എന്ത് ചെയ്യുന്നത്, ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഏതാണ്ടൊരു വർഷം മുന്നേ, അല്ലെങ്കിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു വർഷം കുറച്ച് ദിവസം മുൻപാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൽക്കട്ട എന്നുള്ളത് ഫോർട്ട് വില്യം എന്ത് ചെയ്യുന്നുണ്ട്, നവാബ് പിടിച്ചടക്കി എന്നുള്ളതാണ്. ദെൻ നവാബ് ഈ ഒരു കൽക്കട്ട പിടിച്ചടക്കി, എന്നിട്ട് നവാബിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള മുർഷിദാബാദിലേക്ക് തിരികെ പോവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ഹി പ്ലേസ്ഡ് കൽക്കട്ട അണ്ടർ മാണിക് ചന്ദ്. സോ കൽക്കട്ട എന്ന് പറയുന്ന പ്രദേശം എന്ത് ചെയ്യുന്നു, മാണിക് ചന്ദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ് മുർഷിദാബാദിലേക്ക്, നിങ്ങളിതൊക്കെ ഒന്ന് നോക്കി നടത്തിയെന്ന് പറഞ്ഞിട്ട് നവാബ് പോവുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു വളരെ ഇൻഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഒരു വാഗൺ ട്രാജഡിനേക്കാളൊക്കെ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഇവൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു ബ്ലാക്ക് ഹോൾ ഇൻസിഡൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അത് ശരിക്കും നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് സ്റ്റിൽ ഡിബേറ്റബിൾ ആണ്. കാരണം അതൊരു ബ്രിട്ടീഷ് പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് പ്ലാസി എന്നുള്ളൊരു യുദ്ധമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊരു ചിത്രീകരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നുള്ള ഒരുപാട് ഡിബേറ്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എനിവേസ് ഈ ഇവൻറ്റിനെ പറ്റി മനസ്സിലാക്കുക, ദറ്റ് ഈസ് കോൾഡ് ബ്ലാക്ക് ഹോൾ ഇൻസിഡൻറ്റ് എന്നുള്ളതാണ്. സോ ബ്ലാക്ക് ഹോൾ ഇൻസിഡൻറ്റ് എന്നുള്ളത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ പുറം ലോകത്തിനെ അറിയിക്കുന്നത്, ബ്ലാക്ക് ഹോൾ ഇൻസിഡൻറ്റിനെ പുറം ലോകം അറിയിക്കുന്നത് ഇറ്റ് വാസ് JZ ഹോൾവെൽ. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ഹോൾ എന്നുള്ളതൊക്കെ വെച്ച് കണക്ട് ചെയ്യാം. JZ ഹോൾവെൽ ആണ് എന്ത് ചെയ്യുന്നത്, ബ്ലാക്ക് ഹോൾ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് പുറം ലോകത്തിനോട് പറയുന്നത് എന്നുള്ളതാണ്. എന്താണ് ബ്ലാക്ക് ഹോൾ ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ, ഏതാണ്ട് 146 ആൾക്കാർ എന്ത് ചെയ്യുന്നു, 18 അടി ലെങ്ത്തും അതുപോലെ 14 അടി ബ്രെഡ്ത്തും ഉള്ള ഒരു ചെറിയ ഒരു ഇടുങ്ങിയ റൂമിൽ എന്ത് ചെയ്യുന്നു, കുത്തി നിറച്ചു എന്നുള്ളതാണ്. അതിൽ 23 ആൾക്കാർ മാത്രമേ അതിജീവിച്ചിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇവൻറ്റ് എന്ത് ചെയ്യുന്നു, JZ ഹോൾവെൽ ആണ് പുറത്തു കൊണ്ടുവരുന്നത്. ഇനി അങ്ങനെ ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ പ്രതിയായിട്ട് മാണിക് ചന്ദ് വരും എന്നുള്ളതാണ്. കാരണം മാണിക് ചന്ദിനെ ഏൽപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നവാബ് പോയിട്ടുള്ളത്. നവാബിന് അതിൽ ഡയറക്റ്റ് ആയിട്ടൊരു ഇൻ്റർഫിയറൻസും ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പൊതുവേ പറയുന്നത്. ശേഖർ ബന്ദ്യോപാധ്യായ പ്ലാസി ടു പാർട്ടീഷനിലൊക്കെ പറയുന്നൊരു സംഗതിയാണ്. ദെൻ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന് റോജർ ഡ്രേക്ക് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കൽക്കട്ട അറ്റാക്കിൻ്റെ സമയത്ത് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അയാൾ ചെറിയൊരു തോണിയിൽ കയറി രക്ഷപ്പെട്ട് അങ്ങനെ മദ്രാസിലെത്തുന്ന, അല്ലെങ്കിൽ ഇവിടെ സൗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. സോ അവിടെയുള്ള വാട്സൻ്റെ അടുത്തേക്കും അതുപോലെ കേണൽ റോബർട്ട് ക്ലൈവിൻ്റെ അടുത്തേക്കൊക്കെ, അഡ്മിറൽ വാട്സൺ, റോബർട്ട് ക്ലൈവ് ഇവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ ബംഗാളിൽ ഭയങ്കര സീനാണ് എന്നുള്ളത് അവിടെ ഇൻഫോം ചെയ്യുന്നു. പതിയെ ഇവിടുന്ന് മദ്രാസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സൈന്യം അങ്ങോട്ടേക്ക് തിരിക്കുന്നു.
കൽക്കട്ടയിലേക്ക് തിരിക്കുന്നു. അങ്ങനെ അവർ കൽക്കട്ടയിൽ പോകുന്നു. കൽക്കട്ടയിൽ പോയിട്ട് ഈ മാണിക് ചന്ദ് എന്ന് പറയുന്ന കൽക്കട്ട നവാബ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ആൾ, ഓക്കെ മാണിക് ചന്ദ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഈ ബ്രിട്ടീഷുകാർ കൈക്കൂലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാണിക് ചന്ദിൻ്റെ അടുത്ത് പതുക്കെ കൽക്കട്ട ഇവർ തിരിച്ചു പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ദെൻ ഇവിടെ നവാബ് സൈൻഡ് ട്രീറ്റി ഓഫ് അലിനഗർ. അവസാനം ഇതിൽ ശരിക്കും നവാബ് പരാജയം സമ്മതിക്കേണ്ടി വരികയാണ്, കാരണം കൽക്കട്ട ബ്രിട്ടീഷുകാർ തിരിച്ചു പിടിക്കുന്നു. ഫൈനലി നവാബ് സൈൻഡ് ട്രീറ്റി ഓഫ് അലിനഗർ. അലിനഗർ ട്രീറ്റി സൈൻ ചെയ്യുന്നു. അത് പ്രകാരം കൽക്കട്ട അറ്റാക്കിന് വലിയൊരു തുക കോമ്പൻസേഷനായിട്ട് എന്ത് ചെയ്യാം, നവാബ് കൊടുക്കാം എന്നും നവാബ് സമ്മതിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രശ്നത്തിന് ശരിക്കും താൽക്കാലികമായിട്ടുള്ളൊരു സെറ്റിൽമെൻറ്റ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അത് പ്രകാരം ഈ ഒരു ട്രീറ്റി ഓഫ് അലിനഗർ പ്രകാരം നവാബ് അക്സെപ്റ്റഡ് ടു പേ കോമ്പൻസേഷൻ ടു കമ്പനി, അതായത് കൽക്കട്ട അറ്റാക്കിന് കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് നവാബ് സമ്മതിക്കുന്നു. അതുപോലെ ബ്രിട്ടീഷ് ട്രേഡ് റൈറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു, റീസ്റ്റോർ ചെയ്യുന്നു. അത് വീണ്ടും അത് തുടരും എന്നുള്ള രീതിയിൽ സമ്മതിച്ചു കൊടുക്കുന്നു. ഫോർട്ടിഫിക്കേഷൻ എന്നുള്ളത്, കൽക്കട്ടയിലെ ഫോർട്ടിഫിക്കേഷനെ നവാബ് അക്സെപ്റ്റ് ചെയ്യാനും റെഡിയായി എന്നുള്ളതാണ്. സോ തൽക്കാലത്തേക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വീണ്ടും നമ്മുടെ റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്യുന്നു, ആ പ്രശ്നത്തിൽ പുതിയൊരു സാധ്യത കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മനസ്സിലാക്കുന്നൊരു സംഗതി, നവാബിൻ്റെ സൈന്യത്തിൽ അല്ലെങ്കിൽ നവാബിൻ്റെ ചുറ്റുള്ള ആൾക്കാരിൽ ഒരുപാട് ആൾക്കാർ അസ്വസ്ഥരാണ്. അവരെ പതുക്കെ എന്തെങ്കിലുമൊക്കെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മുടെ ആളാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ഒരു കോൺസ്പിരസി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് വിത്ത് മിർജാഫർ. നവാബിൻ്റെ സൈന്യത്തിലുള്ള വലിയ ഉദ്യോഗസ്ഥനാണ് മിർജാഫർ. ദെൻ മാണിക് ചന്ദ് നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ റായ് ദുർലഭ്, ജഗത് സേഠ്, അമീത് ചന്ദ്, നന്ദകുമാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ആൾക്കാർ എന്ത് ചെയ്യാണ്, നവാബിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ റോബർട്ട് ക്ലൈവ് അയാളുടെ ആളാക്കി മാറ്റുകയാണ്. ദെൻ ഇവിടെ അഡ്മിറൽ വാട്സൺ, അല്ലെങ്കിൽ ഹൈറാർക്കി പ്രകാരം കുറച്ചുകൂടി ഉയർന്ന പദവിയിലുണ്ടായിരുന്ന അഡ്മിറൽ വാട്സൺ ആണ്. പക്ഷേ വാട്സണ് യുദ്ധം അല്ലെങ്കിൽ ആ ഒരു സമയത്തൊരു യുദ്ധത്തിനുള്ളൊരു അപ്രൂവൽ കൊടുക്കൊന്നും ചെയ്യുമായിരുന്നില്ല, എനിക്ക് അതിനൊരു സാഹചര്യം അല്ല അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ റോബർട്ട് ക്ലൈവ് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ റിസ്ക് ആണ് അവിടെ എടുക്കുന്നത്. ഇതിനകത്ത് പറയുന്നൊരു സംഗതി വെച്ചാൽ ഹി ഫോർജ്ഡ് വാട്സൺ സിഗ്നേച്ചർ എന്നുള്ളതാണ്. അതിനെ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഫോർജറിയിലൂടെ എന്ത് ചെയ്യാണ്, വാട്സൻ്റെ സിഗ്നേച്ചറൊക്കെ ഇട്ടിട്ടാണ് ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ക്ലൈവിനറിയാം, ക്ലൈവ് ഓൾറെഡി പുറത്തെന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്പിരസി നടത്തിയിട്ടുണ്ട്. ഇനി യുദ്ധം നടന്നാൽ ബ്രിട്ടീഷ് സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3000 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ക്ലൈവ്സ് ആർമി വാസ് ഓൺലി 3000 എന്താണ് പറയുക സോൾജിയേഴ്സ് എന്നുള്ളതാണ്. അതേസമയം നവാബിൻ്റെ സൈന്യം വലിയ സൈന്യമാണ്. എന്തായാലും ശരിക്കുള്ളൊരു യുദ്ധം നടന്നാൽ എന്തായാലും ഡിഫീറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ക്ലൈവ് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം തന്നെ കാണേണ്ട ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ഹി വാസ് ദാറ്റ് മച്ച് കോൺഫിഡൻറ്റ് എന്നുള്ളതാണ്. ഫൈനലി യുദ്ധം നടക്കുന്നു. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് എ ഗ്രേറ്റ് ബാറ്റിൽ. സോ നമുക്ക് അറിയാം ഒരു ബാറ്റിൽ ഓഫ് പ്ലാസിൻ്റെ സവിശേഷത എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഒരു ലെയ്ഡ് ഫൗണ്ടേഷൻ എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം. അപ്പോൾ അതിൽ ഇറ്റ് വാസ് നോട്ട് എ ഗ്രേറ്റ് ബാറ്റിൽ എന്നുള്ളതാണ്. സംഗതി ബാറ്റിൽ എന്നൊക്കെ പറയുമെങ്കിലും അവിടെ കാര്യമായിട്ടൊരു യുദ്ധം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം യുദ്ധം ചെയ്യേണ്ട ആൾക്കാരൊക്കെ എന്താണ് ഓൾറെഡി നമ്മുടെ റോബർട്ട് ക്ലൈവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇറ്റ് വാസ് നോട്ട് എ ഗ്രേറ്റ് ബാറ്റിൽ, ഇൻസ്റ്റഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബിട്രയൽ എന്നുള്ളതാണ്. നവാബിനെ സംഘം ചേർന്ന് ചതിച്ചതിന് തുല്യമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത്. സോ ബാറ്റിൽ ഓഫ് പ്ലാസി എന്നുള്ളത് ഇറ്റ് വാസ് നോട്ട് എ ഗ്രേറ്റ് ബാറ്റിൽ, ഇൻസ്റ്റഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബിട്രയൽ എന്നുള്ള ഒരു വഞ്ചനയായിരുന്നു എന്നുള്ളതാണ്. ദെൻ നവാബിൻ്റെ കീഴിൽ വെറും മോഹൻലാലും അതുപോലെ തന്നെ മിർമദനും മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് യുദ്ധം നടത്തിയിട്ടുള്ളത്. ആൻഡ് മിർമദൻ ഡൈഡ്. ഈ മിർമദൻ ഇവിടെ ഉണ്ട് ആള്. സോ മിർമദൻ എന്ത് ചെയ്യുന്നു, മരണപ്പെടുന്നു. ആൻഡ് മോഹൻലാൽ എന്ത് ചെയ്യുന്നു, ഒരു രക്ഷയില്ലാതെ ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ മിറാൻ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ മിർജാഫറിൻ്റെ മകനായിരുന്നു മിറാൻ എന്ന് പറയുന്നത്. സോ മിർജാഫർ നവാബിനോട് പറഞ്ഞു ഇനിയൊരു രക്ഷയില്ല, സംഗതി നവാബിന് അറിയില്ല അവരൊക്കെ എന്താണ് ടീം മാറിയിട്ടുണ്ട് എന്നുള്ളത്. സോ മിർജാഫർ പറയുന്നു നിങ്ങൾ നേരെ രക്ഷപ്പെട്ടോളൂ, നമ്മളൊരിക്കലും ജയിക്കുന്നില്ല, നാട് വിടുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്നൊക്കെ പറയുന്നു. ഫൈനലി നവാബ് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ലുത്തുഫുന്നീസയുമായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ മിറാൻ എന്ന് പറയുന്ന മിർജാഫറിൻ്റെ മകനായിട്ടുള്ള ആൾ നവാബിനെ പിടിക്കുകയും നവാബിനെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് വാസ് ദ സ്റ്റോറി ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഇവൻസാണ് ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. ഇനി ഇത് എന്തുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആവുന്നു, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഇതിൽ നമ്മൾ നടത്തുന്നില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ
കൊള്ളാവുന്ന രീതിയിൽ പറഞ്ഞു പോവുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുന്ന രീതിയിൽ അഡ്മിഷൻ എടുക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. സോ ഇവിടെ പറഞ്ഞു തന്നത് significance of Battle of Plassey എന്നുള്ളത്. It laid the foundation for the British domination in India, then free trade in Bengal, Bihar and Orissa. ഇത്രയും റീജിയണിൽ എന്ത് ചെയ്യുന്നു, കമ്പനിക്ക് ഫ്രീ ട്രേഡ് ലഭ്യമാവുന്നു, അല്ലെങ്കിൽ അതിന് അവകാശം അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ദെൻ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിന് തൊട്ടടുത്ത പിറ്റേ ദിവസം തന്നെ ഒരുപാട് ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അതിനകത്ത് ഒരു നവാബ് മാറി അടുത്ത നവാബ് വരുന്നു എന്നുള്ളൊരു സംഭവം മാത്രമാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ തുടരെ എന്ത് ചെയ്യുന്നു, മറ്റൊരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് അവിടെ ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വെച്ചാൽ ബംഗാൾ എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ ഒരു സ്പോൺസേർഡ് സ്റ്റേറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യയിൽ അവരുടെ ഒരു കേന്ദ്രമായിട്ട് തന്നെ ബംഗാൾ മാറി എന്നുള്ളതാണ്. ദെൻ ഇതിനൊരു എക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ബംഗാളിൻ്റെ ട്രഷറിനെ കംപ്ലീറ്റ്ലി ലൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, കംപ്ലീറ്റ്ലി എംപ്റ്റി ആക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് മാറി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുന്നൊരു സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റേറിയൻസ് ഒന്നും സമ്പാദിക്കുന്ന, അല്ലെങ്കിൽ അവർ അഴിമതി നടത്തിയിട്ട് പോലും സമ്പാദിക്കുന്നതിൻ്റെ ഇത് അത്രയും എന്താണ് പറയുക, അവർ സമ്പാദിച്ചിട്ടും ഈ കമ്പനി ഒഫീഷ്യൽസ്, പ്രത്യേകിച്ച് റോബർട്ട് ക്ലൈവും വാട്സണൊക്കെ പോലത്തെ ആൾക്കാർ ഭയങ്കര ഹ്യൂജ് എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പരാതി പാർലമെൻറ്റേറിയൻസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സമ്പാദ്യം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിലൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത് കമ്പനി കോമ്പൻസേഷനായിട്ട് 1.77 crore rupees എന്ത് ചെയ്യുന്നു വാങ്ങി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ 24 പർഗാനയിലെ ജമീന്ദാരി റൈറ്റും എന്ത് ചെയ്യുന്നു കമ്പനിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, വാട്സണും ക്ലൈവൊക്കെ പേഴ്സണലി ഒരുപാട് ഗിഫ്റ്റുകളായിട്ടും ഒരുപാട് പൈസക്കായിട്ട് നവാബിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അതിൽ മിർജാഫർ ഗേവ് ഹ്യൂജ് എമൗണ്ട് ടു റോബർട്ട് ക്ലൈവ് ആൻഡ് വാട്സൺ. അതിനകത്ത് 2 million 1 million എന്നൊക്കെ പറഞ്ഞ് കണക്കൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഭയങ്കര ഭീകരമായിട്ടുള്ള തുക എന്ത് ചെയ്തിട്ടുണ്ട് റോബർട്ട് ക്ലൈവിനൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഈ റോബർട്ട് ക്ലൈവ് 1774 1774 എന്ത് ചെയ്യുന്നത് ആൾ മരണപ്പെടുന്നത്. അതിൻ്റെ മുന്നേ ഒരുപാട് ട്രയലിനൊക്കെ അദ്ദേഹം വിധേയമാവുന്നുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാഡ് കേസുകൾ വിചാരണയ്ക്കായിട്ട് ആൾക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ വന്ന് ആൾ either സൂയിസൈഡഡ്, അതല്ലെങ്കിൽ ആരോ കൊലപ്പെടുത്തി എന്നുള്ളതൊക്കെയാണ്, അല്ലെങ്കിൽ ഓപ്പിയം ഓവർഡോസ് ആയിട്ട് മരിച്ചു എന്നുള്ള ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ അതിൽ വരുന്നുണ്ട്. എനിവേസ് പറഞ്ഞു വന്നത്, നമ്മുടെ മിർജാഫറും അതുപോലെ വാട്സണൊക്കെ വലിയ തുക കളക്ട് ചെയ്യുന്നു. ഒരു 30 million rupees എന്ത് ചെയ്തിട്ടുണ്ട് ബംഗാൾ ട്രഷറിയിൽ നിന്ന് നവാബിൻ്റെ അടുത്ത് നിന്ന് കമ്പനി ഒഫീഷ്യൽസ് പല ആളുകളായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻ സിമ്പിൾ വേർഡ്സ്, എംപ്റ്റീഡ് ബംഗാൾ ട്രഷറി എന്നുള്ളതാണ്. ബംഗാൾ ട്രഷറിനെ കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഒരു ബംഗാളിലെ നവാബായിട്ട് മിർജാഫറിനെ കൊണ്ടുവരുന്നു. ആൻഡ് മിർജാഫർ എന്നുള്ളത് ബ്രിട്ടീഷ് പപ്പറ്റ് മാത്രം ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി. കമ്പനി യൂസ്ഡ് ദിസ് എമൗണ്ട് ടു ഫൈറ്റ് ഇറ്റ്സ് വാർസ് ഇൻ ദി സൗത്ത് എഗെയിൻസ്റ്റ് ദി ഫ്രഞ്ച്. സോ കർണാട്ടിക് യുദ്ധം അല്ലെങ്കിൽ തേർഡ് കർണാട്ടിക് വാർ എന്ത് ചെയ്യുന്നുണ്ട്, ഏതാണ്ട് ഈ സമയത്ത് സൗത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പൈസയ്ക്ക് എന്ത് ചെയ്യുന്നു, കുറേ പൈസ ഇവർ സൗത്തിൽ അവരുടെ യുദ്ധം നടത്താനൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ഇവൻറ്റിൻ്റെ, അതായത് ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇവൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സർക്കംസ്റ്റാൻസ് എന്തൊക്കെയായിരുന്നു, ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്ത് വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്. 24 പർഗാനയിലെ അതിനകത്ത് ടാക്സ് പിരിക്കാനുള്ള റൈറ്റൊക്കെ കമ്പനിക്ക് ലഭിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസി എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു എന്നുള്ളത്. കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരു കച്ചവട കമ്പനി ഇന്ത്യയുടെ അധികാരികളായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണാധികാരികളായിട്ട് മാറുന്നതിൻ്റെ പ്രൈമറി സ്റ്റെപ്പായിരുന്നു അത്. ദെൻ 1757 ബാറ്റിൽ ഓഫ് പ്ലാസി ഒരു ഗ്രേറ്റ് ബിട്രയൽ ആയിരുന്നെങ്കിൽ 1764 ബാറ്റിൽ ഓഫ് ബക്സാർ എന്ത് ചെയ്യുന്നു, ആ ഒരു വിജയത്തിനെ സാധൂകരിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു ബാറ്റിൽ ഫീൽഡ് തന്നെ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ബാറ്റിലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വിക്ടറി നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ നേരത്തെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ 1757 ഉണ്ടാക്കിയ ആ ഒരു ഫൗണ്ടേഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട് 1764 ബാറ്റിൽ ഓഫ് ബക്സാറിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരുപാട് സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എങ്ങനെ ഭരണം തുടങ്ങി, അതെങ്ങനെ നിലനിർത്തി, അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മറ്റു ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇവർക്കെതിരെയുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനായിട്ടുണ്ട്. സോ മറ്റുള്ള അപ്ഡേറ്റ്സൊക്കെ നമ്മൾ പുതിയ വീഡിയോകളിലൊക്കെ വരുന്നതായിരിക്കും. അതുവരെ സന്തോഷത്തോടെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു സെഷനിൽ കാണാം.